Dear students, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറെൻറ്റ് കേസസ് 5 കേസസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഒരു 2 തിയറം കൂടെ ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ക്രിട്ടിക്കൽ പോയിൻറ്റ് 00 ഓഫ് ദ ലീനിയർ സിസ്റ്റം 1 is stable if and only if both roots of the auxiliary equation number 3. Equation number 3 നമ്മൾ എടുത്തിരുന്നത് മെയിൻ ഇക്വേഷൻ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറി ഇക്വേഷനാണ്. m² മൈനസ് a1 പ്ലസ് b2 ഓഫ് m പ്ലസ് a1 b2 മൈനസ് a2 b1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, ആ ഓക്സിലറി ഇക്വേഷന് ഹാവ് നോൺ പോസിറ്റീവ് റിയൽ പാർട്സ് ആൻഡ് ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ if and only if both root have നെഗറ്റീവ് റിയൽ പാർട്ട്. അപ്പം സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ ഓക്സിലറി ഇക്വേഷനിലെ റൂട്ട്സിന് നോൺ പോസിറ്റീവ് റിയൽ പാർട്സ് ആവാം. അതിന് പോസിറ്റീവ് റിയൽ പാർട്സ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. രണ്ടാമത് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ ആ റൂട്ട്സിനും ഉള്ളത് നെഗറ്റീവ് റിയൽ പാർട്സ് ആണ്. തിരിച്ചും അതേപോലെ നെഗറ്റീവ് റിയൽ പാർട്സ് ആണെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണ്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫിഗർ കാണാനാണ്. m1 ആണ് m2 ആണ് റൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ m മൈനസ് m1 ഇൻറ്റു m മൈനസ് m2 ഈക്വൽ ടു m² പ്ലസ് pm പ്ലസ് q ഈക്വൽ ടു 0 എന്ന് എഴുതാം. നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ m1 ആൻഡ് m2 ഇങ്ങനെ നമുക്ക് കിട്ടും. റൂട്ട്സ് ആണല്ലോ, മൈനസ് p പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് p² മൈനസ് 4q/2. ഇവിടെ p എന്ന് പറയുന്നതിന് ഞാൻ മൈനസ് m1 പ്ലസ് m2 എന്നും qനെ m1 ഇൻറ്റു m2 എന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ഇത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ കോഎഫിഷ്യൻസിനെ അറേഞ്ച് ചെയ്ത് അതിന് പിയും ക്യൂന്ന് ഇട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് റൂട്ട്സ് കിട്ടുന്നതിൻ്റെ സൊല്യൂഷൻ, നമുക്ക് റൂട്ട്സ് കിട്ടുന്നതിൻ്റെ ഇക്വേഷൻ ആണല്ലോ മൈനസ് b പ്ലസ് ഓർ മൈനസ് b² മൈനസ് 4ac/2a. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് m1 ആൻഡ് m2 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം ഡിസ്ക്രിമിനൻറ്റ് p² മൈനസ് 4q ആണ്. അപ്പം 4q ഈക്വൽ ടു 0 എന്നെടുത്താൽ p² മൈനസ് 4q ഈക്വൽ ടു 0 എന്നെടുത്താൽ നമുക്കൊരു പരാബോളയാണ് കിട്ടുന്നത്. അപ്പം പരാബോള അതാണ് ഇവിടെ ഡി കാണുന്ന പരാബോള. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പരാബോളയിൽ നമുക്ക് ഈ പറഞ്ഞ തിയറി പ്രകാരം കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. അസിംപ്റ്റോട്ടിക്കലി ടേബിൾ നമുക്കറിയാം, സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്. സ്റ്റേബിൾ, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ. അപ്പോൾ നമുക്ക് ഈ പരാബോളയിൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം. അതിൻ്റെ ഇവിടെയാണ്, നിങ്ങൾക്ക് നോക്കി അറിയാം. ദെൻ അതിൻ്റെ പൊസിഷൻസ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് നോക്കി അറിയാം, അവിടെ ഉള്ളതാണ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആൻഡ് സ്റ്റേബിൾ. ബാക്കിയുള്ള എല്ലായിടത്തും നമുക്ക് കാണുന്നത് അൺസ്റ്റേബിളാണ്. ഓക്കെ, ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ദെൻ ബി പാർട്ട് എന്ന് പറയുന്നത് the critical point 00 of the linear system 1 is asymptotically stable if and only if the coefficients p equal to minus of a1 plus b2 and q equal to a1 b2 minus a2 b1 of the auxiliary equation are both positive. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓക്സിലറി ഇക്വേഷൻ്റെ പി ആൻഡ് ക്യൂ നമ്മൾ m² പ്ലസ് പി എം പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്കാണ് ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന പി ക്യൂബും അത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോമുല നമുക്കറിയാം a1 b1 വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് വരുന്നത് a1 b1 a2 b2 4 ടേമാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ പിയും ക്യൂവും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. സ്റ്റെബിലിറ്റി ബൈ ലിയോപുനോവ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പം ഈ മെത്തേഡ് നമുക്ക് സ്റ്റെബിലിറ്റിയെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് എന്താണ് ഈ ലിയോപുനോവ് ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഓട്ടോണമസ് സിസ്റ്റം എടുക്കാം. dx/dt ഈക്വൽ ടു f(x, y), dy/dt ഈക്വൽ ടു g(x, y).
assume that the system has an isolated critical point. നമ്മൾ ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് എടുക്കുന്നു. നമ്മളത് 0 ആണ്. ഓക്കെ, നമ്മുടെ ഒറിജിൻ 0 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ അതിന് നമുക്കറിയാം പാത്ത് ഉണ്ടാവും. ലെറ്റ് C ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ബി എ പാത്ത് ഓഫ് ഇക്വേഷൻ നമ്പർ 1 and consider a function e of xy that is continuous and has first partial derivatives in the region containing this path. ഇപ്പോൾ C എന്ന് പറയുന്ന പാത്ത് ഉണ്ട്. നമ്മൾ വേറൊരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്യുകയാണ് ഇ. ആ ഇ എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് നമ്മുടെ പാത്തായ സിയിൽ അതിന് കണ്ടിന്യൂസും ആയിരിക്കണം, അതിന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ടായിരിക്കണം. Okay, if a point xy moves along the path in accordance with the equations x equal to x of t and y equal to y of t, then e of xy can be regarded as a function of t n of c. അല്ലേ? അപ്പോൾ x ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് y ഈക്വൽ ടു y ഓഫ് ടി ആകുമ്പോഴും ഇയെ നമുക്ക് ഒരു ടിയുടെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് ഡി ഇ ബൈ ഡി ടി കാണാം. അപ്പം ഡി ഇ എന്ന് പറയുമ്പോൾ ഇ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ടി. സോ ഡി ഇ ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഓക്കെ, ദെൻ ഡോ ഇ ബൈ ഡോ എക്സ് ആൻഡ് ഡി എക്സ് ബൈ ഡി ടി നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 1ൽ നിന്നത് എഫ് ആണ്, ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ നമുക്കിതിനെ ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഈക്വൽ ടു ജി എന്ന് നമുക്ക് എഴുതാം. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ഡി ഇ ബൈ ഡി ടി എന്ന് പറയുന്ന ആ ഇക്വേഷൻ അല്ലെ ആ ഫോർമുലയാണ് ലിയോപിനോ മെത്തേഡിൻ്റെ ഹൃദയമാണ്. അതായത് ഈ ഐഡിയാസ് കൊണ്ടുവന്നതെല്ലാം ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഇയെ പറ്റിയും ഡി ഇ ബൈ ഡി ടിയെ പറ്റിയും കൂടുതലായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ലിയോപിനോ ഫംഗ്ഷൻ നമുക്ക് പറയണം, അതോടൊപ്പം തന്നെ തിയറം പറയാം. ഓക്കെ, അപ്പോൾ ഇ ഓഫ് എക്സ് വൈയെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇ ഓഫ് എക്സ് വൈ ഇസ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ സം റീജിയൻ കണ്ടെയ്നിങ് ദി ഒറിജിൻ. കാരണം ഇ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇഫ് ഇ വാനിഷസ് അറ്റ് ദി ഒറിജിൻ സോ ദാറ്റ് ഇ ഓഫ് 0 ഈക്വൽ ടു 0. അപ്പം ഇ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ 0 വാനിഷ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ, നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ, സെമി ഡെഫിനിറ്റ് ആണോ ആൻഡ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ഇ ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓർഡർഡ് ബൈ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0. അപ്പം എക്സ് വൈ 0 അല്ലാത്ത കേസുകളിലെല്ലാം ഇ ഓഫ് എക്സ് വൈ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്. നെഗറ്റീവ് ഡെഫിനിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇ ഓഫ് എക്സ് വൈ ഇസ് ലെസ് ദാൻ 0, സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ഫോർ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0. ഇനി പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ if e of 0 equal to 0 and e of xy greater than or equal to 0 for xy not equal to 0. ഓക്കെ, അപ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. ഇ ഓഫ് 0 ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇ ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സം പോയിൻറ്റ്സ് എടുക്കുമ്പോൾ അവിടെ ഈക്വൽ ടു 0 ആകാം, 0 എന്ന് പറയുന്ന പോയിൻറ്റിനെ കൂടാതെ. ഇനി നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ if e of 0 equal to 0 and e of xy is less than or equal to 0 for xy not equal to 0. Okay, then നമുക്ക് അപ്പം നമ്മൾ 4 പോർഷൻസ് കണ്ടു. ദെൻ നമുക്ക് അതിനെ നെഗറ്റീവ് ഡെഫിനിറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഫോമിലൊക്കെ എഴുതാം. ദെൻ ദ ഫങ്ഷൻസ് x raised to 2m, y raised to 2m and x minus y the whole raised to 2m are not positive definite but are nevertheless positive semi definite. Okay, if നമുക്ക് അടുത്ത പോയിന്റ് ആണ് മെയിൻ. if e of xy is positive definite and z equal to e of xy
can be interpreted as the equation of the surface figure 87. Okay, Z ആണ്, ദെൻ സർഫസ് ഉണ്ട്, ദെൻ 3 ഡയറക്ഷനാണ്, നമുക്കതൊരു 3D പിക്ചറാണ്. ഓക്കെ, ഇതാണ് നമ്മളതിൻ്റെ സർഫസാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ കാണുമ്പോൾ അറിയാം അതൊരു പരാബോളോയിഡുമായിട്ട് ഓപ്പൺ അപ്വേർഡായിട്ടുള്ള ഒരു പരാബോളോയിഡുമായിട്ട് അതിനൊരു ചെറിയ ഒരു റിസംബ്ലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഡെഫിനിറ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഇ ഓഫ് എക്സ് വൈ ആണല്ലോ. അപ്പോൾ ഇ ഓഫ് എക്സ് വൈ നമുക്ക് ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ജി എന്ന് നമ്മൾ എഴുതാൻ പറ്റും. നമുക്ക് ഈ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ ഇ എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ഡെഫിനിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ ഡോ ഇ ബൈ ഡോ എക്സ് എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ജി, അതായത് നമ്മൾ നേരത്തെ കണ്ട ഡി ഇ ബൈ ഡി ടി എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്ന ഫംഗ്ഷനെ ലിയോപുനോവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷനാണ്. എന്നാൽ ഡി ഇ ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ലിയോപുനോവ് ഫംഗ്ഷനാണെന്ന്. ഓക്കെ, ഇനിയാണ് നമുക്ക് ലിയോപുനോവ് ഫംഗ്ഷൻ്റെ തിയറത്തിലേക്ക് പോകുന്നത്. ഇതാണ് അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കാം, പ്രൂഫ് നെക്സ്റ്റ് ഡേയിൽ നോക്കാം. ഇഫ് ദർ എക്സിസ്റ്റ് എ ലിയോപുനോവ് ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ ഫോർ ദ സിസ്റ്റം, then the critical point 0, 0 is stable. Furthermore, if the function has additional property that function 3 is negative definite, then the critical point 0, 0 is asymptotically stable. ലിയോപുനോവ് ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ നമ്മുടെ ഫസ്റ്റ് കണ്ട സിസ്റ്റത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ് 0, 0 എന്ന് പറയുന്നത് സ്റ്റേബിളായിരിക്കും. ഇനിയും നെഗറ്റീവ് ഡെഫിനിറ്റ് നമ്മൾ ലിയോപുനോവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പം പറഞ്ഞത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്നായിരുന്നു. എന്നാൽ ആ സെമി ഡെഫിനിറ്റിന് പകരം അവിടെ ഡി ഇ ബൈ ഡി ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നെഗറ്റീവ് ഡെഫിനിറ്റ് ആവുകയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻ്റ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ ലിയോപുനോവ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കൊരു സിസ്റ്റം കിട്ടി, ആ സിസ്റ്റത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് എടുക്കുന്നു. അപ്പം ഇ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നു. ദെൻ ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിയോപുനോവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ തന്നെ അത് സ്റ്റേബിളാണ്. ദെൻ അപ്പം ലിയോപുനോവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കണം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ അത് സ്റ്റേബിളാണ്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് അത് ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ലിയോപുനോവ് ഫംഗ്ഷന് പകരം അവിടെ നെഗറ്റീവ് ഡെഫിനിറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണെന്ന്. ഓക്കെ, പ്രൂഫ് നെക്സ്റ്റ് ഡേയിൽ പറയാം.